ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പെഡിക്യൂർ വീഡിയോയാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പെഡിക്യൂറാണ് കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പാർലറിൽ പോയി ചെയ്യാനുള്ള സമയം കാണില്ല, പൈസയും കാണത്തില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്കായിരുന്നാലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെഡിക്യൂറാണിത്. അപ്പം കാല് വെളുപ്പിച്ച് വെക്കുക എന്നുള്ളത് മാത്രമല്ല, അത് എത്ര ഹെൽത്തി ആയിട്ട് വെക്കുക, അതേപോലെ തന്നെ എത്ര ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കാലാണ് ഏറ്റവും നല്ല വൃത്തിയായിട്ട് വെക്കേണ്ട ഒരു പാർട്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പേഴ്സണലി ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് നമ്മളുടെ കാലുകൾ നമ്മൾ എങ്ങനെ മൃദുവായിട്ടും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് എ വീഡിയോ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ ഒലിവ് ഓയിൽ, 1 സ്പൂൺ ഷുഗർ, 1 സ്പൂൺ കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ സൺ ടാനിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഷുഗറും അതേപോലെ തന്നെ ഡെഡ് സ്കിന്നിനെ നല്ലതുപോലെ റിമൂവ് ചെയ്യും. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മസാജിങ് ഓയിലാണ്. അപ്പം ഓയിൽ ഏതായിരുന്നാലും മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. ഇത് മാസ്കായിട്ടും സ്ക്രബറായിട്ടും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനാവശ്യമായ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബേസൻ എടുക്കുക. ബേസൻ മാത്രമല്ല, നമുക്ക് നമ്മളുടെ വീട്ടിൽ കാല് മുക്കി വയ്ക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള പാത്രം ഏതായിരുന്നാലും മതി. ഞാനിപ്പോൾ ഒരു കെറ്റിലിനകത്താണ് ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. ഒരുപാട് തിളപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ചൂടവിടെ കിട്ടും. അപ്പം ആ ചൂടുവെള്ളം നമ്മൾ ഒരു ബേസിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാല് മുക്കി വെക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ചൂടേ ആകാവൂ. പിന്നെ എല്ലാ നെയിൽ പോളിഷും റിമൂവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുകയാണ്. അപ്പം എന്നിട്ട് വേണം നമ്മൾക്ക് കാല് ഇതിലേക്ക് മുക്കി വെക്കാനായിട്ട്. ക്യൂടെക്സ് എല്ലാം നല്ലതുപോലെ കളയണം നഖത്തിന്ന്. ഇനി നമ്മൾ വെള്ളത്തിലേക്ക് ഒരു ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ഒലിവിൻ്റെ തന്നെ ഒരു ഷാമ്പു ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാമ്പു ഒക്കെ ഏത് വേണമെങ്കിലും ക്ലിനിക് ഫ്ലെക്സിൻ്റെയോ അതേപോലെ തന്നെ ഏത് ഷാമ്പു ആയിരുന്നാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഷാമ്പു ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചൂട് നോക്കിയിട്ട് വേണം കാല് മുക്കി വയ്ക്കാൻ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ട് ആ നാരങ്ങ അതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. ആ തോടും കൂടെ അതിനകത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. ചിലർക്ക് നമുക്ക് ഉപ്പൊക്കെ ഇടാമെങ്കിലും ഇടാം. അപ്പം ഇതിട്ടതിന് ശേഷം നമ്മുടെ കാലുകൾ നമ്മൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് കാലുകൾ അങ്ങനെ തന്നെ മുക്കി വെച്ചിരിക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കാല് മുക്കി വെച്ചതിന് ശേഷം ഒരു കട്ടിയുള്ളൊരു ബ്രഷ്, പഴയ ബ്രഷ്, ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് എടുത്തിട്ട് നഖത്തിലെല്ലാം നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കളയുക. 10-15 മിനിറ്റ് നമ്മൾ കാല് വെള്ളത്തിനകത്ത് മുക്കി വെക്കുമ്പോൾ തന്നെ നഖമൊക്കെ നല്ലതുപോലെ സ്മൂത്തായിട്ട് കട്ടിയൊക്കെ കുറഞ്ഞിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നല്ല. പിന്നെ നെയിൽ കട്ടർ എടുത്തിട്ട് നഖമൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് ഏറിയും കുറഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഒരുപാട് നാളായി ഇതിനൊക്കെ ആയിട്ട് കുറേ സമയം എടുത്തിട്ട്. അപ്പോൾ നഖമൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് ഷേപ്പിനാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നഖമൊക്കെ വെട്ടി നഖത്തിനിടയിൽ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പൂറ്റിയാണ് വൃത്തിയാക്കുക. ഉപ്പൂറ്റി വരയ്ക്കുന്ന സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും, തനിയെ വാങ്ങിക്കാനും കിട്ടും. പെഡിക്യൂർ കിറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഉപ്പൂറ്റി നല്ലതുപോലെ സോക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു വെടിച്ചീറലുണ്ട് എൻ്റെ കാലിന്. അതിപ്പോൾ നല്ലതുപോലെ അത് വെച്ചിട്ട് ഇങ്ങനെ പോലെ വെച്ചിട്ട് നല്ലത് ഒരച്ചെടുക്കുകയാണ്. അപ്പം ആ ഒരു കുതിർന്നതൊക്കെ നല്ലതുപോലെ മാറി വരുന്നുണ്ട്.
പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മുടെ കാലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പാദത്തിലേക്ക് നല്ലതുപോലെ ഇട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കണം. ഒരു 10-15 മിനിറ്റ് നമ്മളിത് കാലിൽ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷമാണ് ഞാനിത് സ്ക്രബ് ചെയ്യുന്നത്. കുറച്ചൊന്ന് ഇതൊന്ന് ഉണങ്ങിയിട്ട് വരും, ഉണങ്ങില്ല, നല്ല സ്റ്റിക്കി ആയിട്ട് വരുമ്പോഴത്തേനാണ് ഞാനിത് മിക്സ് ചെയ്തിട്ട്, അതായത് സ്ക്രബ് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ സ്ക്രബ്ബർ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞിട്ടൊന്നുമില്ല അതിനകത്ത്, സ്ക്രബ്ബറും ഇതിനകത്ത് തന്നെയുണ്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നഖമൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഒരുപാട് നാളായി ഞാൻ പെഡിക്യൂറൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ പാർലറിലൊന്നും പോയിട്ട് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇതിന് മുമ്പിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട്. ആ ഒരു ഷാമ്പു വെള്ളത്തിൽ തന്നെ കാല് മുക്കി വെച്ചപ്പം നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രബ്ബറും കൂടെ ഒക്കെ ഇട്ടതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ സ്ക്രബ്ബർ ഉണങ്ങി അത് കുറച്ചൊന്നും ഇതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാലിലേക്ക് കഴുകിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനിപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കഴുകുന്ന കാലും അല്ലാതെ ഉള്ള കാലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് വരും. ഒലിവ് ഓയിലിൻ്റെ അതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് നല്ല സ്മൂത്താവും കാല്. അപ്പം വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കാലൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു നെയിൽ പോളിഷ് ഇടുവാണ്. ഒരു നെയിലിൻ്റെ കളറിൽ തന്നെയുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും ചെയ്യുന്നത് ഈ ഒരു ഇതാണ്, സ്ക്രബ്ബറായിട്ടും മാസ്കായിട്ടും എല്ലാം ഇതിന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെഡിക്യൂറാണിത്. ഒരുപാട് നേരമൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കാല് നല്ലതുപോലെ വൃത്തിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.